ദേശീയ പതാക തലകീഴായി പിടിച്ച കശ്മീർ മുൻ മുഖ്യമന്ത്രിയും PDP നേതാവുമായ മെഹബൂബ മുഫ്തിക്കെതിരെ പ്രതിഷേധമുയരുന്നു. തലകീഴായി ദേശീയ പതാക പിടിച്ച കശ്മീർ മുൻ മുഖ്യമന്ത്രിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിനിടയിലായിരുന്നു മെഹബൂബ മുഫ്തി ദേശീയ പതാകയെ അപമാനിച്ചത്. അതേസമയം വിഘടനവാദികൾക്ക് താക്കീതുമായി ജനങ്ങൾ രംഗത്ത്. ജമ്മു കശ്മീരിലെ റിയാസിയിൽ തിരങ്ക യാത്ര നടത്തി ജനങ്ങൾ വിഘടനവാദികൾക്കും PDPക്കും മറുപടി നൽകിയിരിക്കുകയാണ്. ആദർശ് TS ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ആദർശ്, ഈ കശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയും PDP ചെയർപേഴ്സണുമായ മെഹബൂബ മുഫ്തി ഇതാദ്യമായിട്ടല്ല ഭാരതത്തെയും ഇവിടുത്തെ ദേശീയ സംവിധാനങ്ങളെയും ചിഹ്നങ്ങളെയും അപമാനിക്കുന്നത്. പൊതുവെ വിഘടനവാദികളോട് അനുകൂല സമീപനം ഇവർ പലപ്പോഴും വെച്ചു പുലർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും തിരങ്ക യാത്ര എവിടെയാണ് നടന്നത്? എത്രത്തോളം ശക്തമായ പ്രതിഷേധമാണ് അലയടിക്കുന്നത് ഈ വിഷയത്തിൽ? ഗൗതം, ജമ്മു കാശ്മീരിലെ റിയാസിയിലാണ് ജനങ്ങൾ തന്നെ തിരങ്ക യാത്രയുമായി രംഗത്തിറങ്ങിയത്. ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ശക്തമായിട്ടുള്ള ഒരു ഭാരതത്തോടൊപ്പമാണ് തങ്ങൾ എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ രീതിയിൽ അവർ തിരങ്ക യാത്ര സംഘടിപ്പിച്ചത്. അത് ഈ മെഹബൂബയെ പോലുള്ള ഈ രാഷ്ട്രത്തിനെതിരെ ചിന്തിക്കുന്നവർക്ക്, രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെയുള്ള താക്കീതാണ് ഈ രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ തിരങ്ക യാത്ര. റിയാസിയിൽ 600 അടി നീളമുള്ള ത്രിവർണ്ണ പതാകയും ഏന്തിയാണ് ജനങ്ങൾ ഈ തെരുവിലിറങ്ങുകയും അവർ ഭാരതത്തിനൊപ്പമാണ്, ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അതെന്തായാലും മെഹബൂബയെ പോലെ ഈ ഭാരതത്തിൻ്റെ ദേശീയ പതാക തലകീഴായി പിടിക്കുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ്. വിഘടനവാദികൾക്കും മെഹബൂബയെ പോലുള്ള ഈ രാഷ്ട്രത്തിനെതിരെ നിലകൊള്ളുന്നവർക്കുമുള്ള താക്കീതുമായി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ജമ്മു കാശ്മീരിലെ പല ഭാഗത്തും കാണാൻ കഴിഞ്ഞത്. കാരണം അവർ ഭാരതത്തോട് ഒപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഒപ്പം തന്നെയാണ് അവർ. നേരത്തെ ഭാരത സൈന്യത്തിനെതിരെ കല്ലെറിഞ്ഞ ശ്രീനഗറിൽ പോലും ഇപ്പോൾ ജനങ്ങൾ ഭാരതത്തിനൊപ്പമാണ്, രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഒപ്പമാണ് എന്നുള്ള സന്ദേശം നൽകുമ്പോഴാണ് മെഹബൂബയെ പോലുള്ളവർ ഇത്തരം വിഘടന ചിന്താഗതിക്കാരായി ഇപ്പോഴും കാശ്മീർ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നത്. എന്നാൽ ആ ശ്രമങ്ങളെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നുള്ളതാണ് ജമ്മു കാശ്മീരിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൗതം.